നമസ്തേ, നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? ചക്ക സീസൺ ആയില്ലേ, ഇനി ആരും ചക്ക പാഴാക്കല്ലേ. നമുക്കൊരു ചക്ക പറിച്ചു കൊണ്ടുവരാം. വർഷം മുഴുവൻ ഉപയോഗിക്കാനായി ചക്ക എങ്ങനെ ദീർഘകാലം സൂക്ഷിക്കാമെന്ന് ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചു തരാം. അതിനായി കത്തിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നമുക്കിത് മുറിക്കാം. ഇത് തൊലിയെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി എടുത്തതിന് ശേഷം ഇതിനെ നമുക്ക് ചെറിയ ചെറിയ പീസുകളായിട്ട് നമ്മൾ വറവിനൊക്കെ മുറിക്കുന്നത് പോലെ മുറിച്ചെടുക്കാം. ഇതിനെ നമുക്കൊന്ന് വെള്ളത്തിലിട്ട് വാഷ് ചെയ്തെടുക്കാം. അടുത്തതായി നമുക്കിതിനെ ഒന്ന് സ്റ്റീം ചെയ്യണം. അതിന് ഞാനിവിടെ ഒരു റൈസ് കുക്കറാണ് വെക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഡ്ഡലി തട്ടിലോ എന്താണ് നിങ്ങളുടെ കയ്യിലുള്ളത് അത് ഉപയോഗിച്ച് സ്റ്റീം ചെയ്തെടുക്കാം. കുക്കറിൻ്റെ അടിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്ക് മേലെ സ്റ്റീമർ വെച്ച് അതിലേക്ക് പീസസ് ഇട്ട് കൊടുക്കും. ഇങ്ങനെ സൂക്ഷിച്ചതിന് നമുക്ക് സാമ്പാർ ഉണ്ടാക്കുമ്പോഴും വറവുണ്ടാക്കുമ്പോഴും ഉപയോഗിക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അതിനുശേഷം നിങ്ങളും ഇതുപോലെ ഒന്ന് സ്റ്റോർ ചെയ്ത് നോക്കും. മഴക്കാലത്ത് നമുക്ക് ചക്കയില്ലാത്ത സമയത്ത് യൂസ് ചെയ്യാൻ പറ്റും. കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് അത് നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് ഒന്ന് ആവി കയറ്റി എടുക്കാം. ഇതാ കണ്ടില്ലേ, നമ്മുടെ ചക്കയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് വെന്താൽ മതി. തണുത്തതിന് ശേഷം നമുക്കിതിനെ ഒരു സിപ്ലോക്ക് കവറിലോ അല്ലെങ്കിൽ ഒരു കണ്ടെയ്നറിലോ സ്റ്റോർ ചെയ്യാം. ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ഇതിനെ സീൽ ചെയ്തതിന് ശേഷം നമുക്ക് ഫ്രീസറിൽ വെച്ച് ഒരു വർഷം വരെ സൂക്ഷിക്കാം. എൻ്റെ കയ്യിൽ ഇപ്പോൾ സിപ്ലോക്ക് കവറില്ല, അതുകൊണ്ട് ഞാനിത് നോർമൽ ഒരു കവറിലിട്ടിട്ടാണ് ഇങ്ങനെ സീൽ ചെയ്യുന്നത്. സിപ്ലോക്ക് കവറാകുമ്പോൾ നമുക്കിങ്ങനെ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇനി നമുക്കിത് ഫ്രീസറിൽ വെച്ച് മഴക്കാലത്ത് ഉപയോഗിക്കാം. ഇതുപോലെ ഞാൻ 2 പാക്കറ്റ് കൂടുതൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് സാമ്പാറിൻ്റെ പീസസ് ആക്കിയിട്ടാണ് ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ ചെയ്താൽ നമുക്ക് വേഗം എടുത്ത് സാമ്പാറിന് ഉപയോഗിക്കുകയും ചെയ്യാം. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കൂ. നമുക്കൊരു ചക്കത്തോരൻ കൂടി ഉണ്ടാക്കിയാലോ. അതിനായി ഒരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് തേങ്ങ, ചെറിയുള്ളി അല്ലെങ്കിൽ വലിയുള്ളി, കുറച്ച് കരിവേപ്പില, പച്ചമുളക് ഇതെല്ലാം ഇട്ട് ഒന്ന് ചതച്ചെടുക്കാം. അപ്പോഴത്തേക്ക് ഒരു 3-4 അല്ലി വെളുത്തുള്ളി കൂടി നമുക്കിങ്ങനെ ചതച്ചെടുക്കണം. അതിനുശേഷം നമുക്കിനി നമ്മുടെ ചക്ക കൂടി ഇതുപോലെ ഒന്ന് ഇടിച്ചെടുത്ത് വെക്കാം. ഇനി നമുക്ക് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് 2 സ്പൂൺ വെളിച്ചെണ്ണയും കുറച്ച് കടുക്, 2-3 വറ്റൽമുളക്, കുറച്ച് ചതച്ച വെളുത്തുള്ളി ഇതൊക്കെ ഇട്ടിട്ട് ഒന്ന് ഇളക്കാം. അതിനുശേഷം നമ്മൾ ചതച്ച് വെച്ച ചക്കയും ഒന്ന് ചതച്ച് കൊണ്ടുവന്ന് തേങ്ങയും എല്ലാം കൂടി ഇട്ട് മിക്സ് ആക്കിയാൽ നമ്മുടെ സൂപ്പർ ടേസ്റ്റിയായ ചക്കത്തോരൻ റെഡിയാണ്. ഇത് നിങ്ങൾ വീട്ടിൽ ചെയ്തു നോക്കൂ. ഇത് ഇനി നമുക്കൊരു സെർവിങ് ബൗളിൽ ഇടാം. Thank you for watching my video.